ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ വിറ്റ് ഉരുക്കിയ സ്വർണം SIT കണ്ടെത്തി. 476 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയത്. സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗോവർദ്ധന് ആണ് വിറ്റതെന്നുള്ള വിവരം നമ്മൾ ഇന്നലെ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഇതാ പുതിയ വിവരങ്ങൾ കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. കട്ടകളാക്കിയ സ്വർണം അത് ഏതൊക്കെ തരത്തിലാണ് SITക്ക് കണ്ടെത്താനായത്? മറ്റ് വിശദാംശങ്ങളിലേക്ക്, ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്. തീർച്ചയായും ജിംഷാദ്, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊണ്ടി മുതൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് SITക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഉരുക്കിയ സ്വർണം അവർ പങ്കിട്ടെടുത്തിരുന്നു. അതിനുശേഷം ആ സ്വർണം എവിടെ പോയി എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്ന ചോദ്യം. അതിനുള്ള മറുപടിയായിരുന്നു SIT കണ്ടെത്തിയിരുന്നത്. അത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഈ ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം 476 ഗ്രാം സ്വർണം വിറ്റത് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ആ വിറ്റ സ്വർണം കണ്ടെത്താനുള്ള നീക്കമായിരുന്നു പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അതിന്റെ ഭാഗമായി ബെല്ലാരി കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബെല്ലാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിലാണ് ആ ഗോവർദ്ധന്റെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഉരുക്കിയ സ്വർണം വിറ്റിരുന്നു. ആ സ്വർണമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ്, ഈ കേസിലെ വഴിത്തിരിവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ദേവസ്വം വിജിലൻസ് ആണ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും ഈ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തത്. ഷീജ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനെ തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു SIT വരുന്നതും അത് തുടർന്നുള്ള അന്വേഷണം കൂടുതൽ അർത്ഥത്തിൽ വികസിക്കുന്നതും. അതാണ് ഇന്നിപ്പോൾ ഷീജ നൽകിയ വിവരത്തിൽ എത്തി നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ സ്വർണം വീണ്ടെടുത്ത്, അയ്യൻ്റെ സ്വർണം വീണ്ടെടുത്ത് ഇവിടെ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞത് പ്രാവർത്തികമാകുന്നു, അല്ലെങ്കിൽ അത് നടപ്പിലാകുന്നു എന്നതിൻ്റെ ആദ്യപടിയായി കൂടി ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനെ വായിച്ചെടുക്കേണ്ടതുണ്ട് ഷീജ, അല്ലേ? തീർച്ചയായും ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കിയത് ഒറ്റ കാര്യം മാത്രമാണ്. കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെ നഷ്ടപ്പെട്ട സ്വർണം, ശബരിമലയിൽ നിന്നും അയ്യപ്പൻ്റെ സ്വർണം, നഷ്ടപ്പെട്ട സ്വർണം അത് തിരികെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസവും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതായാലും ആ സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വർണം ഉരുക്കിയിട്ടുണ്ട്, ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെയാണ് ഈ ഗോവർദ്ധന്റെ നിർണായകമായിട്ടുള്ള മൊഴി, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ആ സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഏതായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരു കേന്ദ്രീകരിച്ച് തന്നെയാണ് ഉള്ളത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ബംഗളൂരുവിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൂടി എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അടുത്ത ഘട്ടം എന്ന നിലയിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്, മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ തെളിവെടുപ്പും പൂർത്തിയാക്കി തൊണ്ടി മുതൽ കൂടി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ജിംഷാദ്, തീർച്ചയായും 476 ഗ്രാം സ്വർണം, ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത സ്വർണം 476 ഗ്രാം, അത് ഉരുക്കി കട്ടകളാക്കി ഗോവർദ്ധന്റെ പക്കലുള്ളത് SIT കണ്ടെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരിൽ തെളിവെടുപ്പ് തുടരുന്നു. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.